സർ, ഈ ഇറാന്റെ ആണവ നിലയങ്ങളെ തകർത്ത അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ മിസൈലുകളാണ്. അപ്പൊ നമുക്കറിയാം, ഒരു പോർമുനയിൽ നിൽക്കുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് നമ്മുടെ രാജ്യവും. പക്ഷെ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത നമ്മുടെ ഭാരതവും ബങ്കർ ബസ്റ്റർ മിസൈലുകൾ നിർമ്മിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? നമുക്കിപ്പോ ബങ്കർ ബസ്റ്റർ മിസൈലുകൾ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമേരിക്ക അത് പ്രയോഗിച്ചു. എവിടെ? ഫോർദോ മലനിരകളിൽ, ഇറാൻ. അതുകൊണ്ട് അവർ ലക്ഷ്യം സാധിച്ചു എന്നൊരു മൂഢവിശ്വാസത്തിലാണ് അവർ പോയിരിക്കുന്നത്. വാസ്തവത്തിൽ ഒരു അണുബോംബോ അല്ലെങ്കിൽ യുറൈൻ സമ്പുഷ്ടീകര കേന്ദ്രമോ സെൻട്രിഫ്യൂഗിങ്ങോ യുറേനിയം സമ്പുഷ്ട യുറേനിയമോ ഒന്നും ഇല്ലാത്ത ഒരു ഭാഗത്താണ് അവർ ഭാഗ്യവശാൽ ഈ ബോംബുകൾ വർഷിച്ചത്. ഒന്നും സംഭവിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ ചെറിയ തോതിലെങ്കിലും അന്തരീക്ഷത്തിൽ ഒരു ആണവ വികിരണം, അതായത് റേഡിയേഷൻ നടന്നേനെ. അതിൻ്റേതായിട്ടുള്ള ഒരു തെളിവും ഇതുവരെ കിട്ടിയിട്ടില്ല. ആധികാരികമായി ഇത് പരിശോധിക്കേണ്ടത് ഐക്യരാഷ്ട്രസഭയുടെ തന്നെ IAEA എന്ന് പറയുന്നത്, ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി. അവർ പരിശോധിച്ചിട്ട് അവിടെ വികിരണത്തിൻ്റെ ഒരു തരി പോലും, കണിക പോലും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ അങ്ങനൊരു നശീകരണം ഉണ്ടായിരുന്നെങ്കിൽ, യുറേനിയം എന്ന് പറയുന്ന സാധാരണ യുറേനിയം അല്ല, ഐസോടോപ്പ് സ്റ്റേജിലുള്ള, അതിനാണ് നമ്മൾ സമ്പുഷ്ടീകരണം എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നത്. അതങ്ങനെ അവിടെ സംഭവിച്ചിട്ടില്ല. അങ്ങനൊന്നും അവിടെ ഇല്ല. മിക്കവാറും അവർ മറ്റൊരു സ്ഥലത്തേക്ക് യുദ്ധ സാഹചര്യത്തിൽ മാറ്റിക്കാണും എന്നാണ് അഭ്യൂഹം. അതെങ്ങോട്ടാണെന്ന് അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ അവരുടെ ചാരചക്ഷുസുകളുണ്ട്. ഇതുവരെ കണ്ടുപിടിക്കാനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് DRDO, നമ്മുടെ DRDO എന്ന് പറയുന്ന സംവിധാനം, വളരെ നമ്മുടെ അഭിമാനമായിട്ടുള്ള സെൻറ്റർ ഓഫ് എക്സലൻസ് ആയിട്ടുള്ള DRDO ഇവിടെ നമ്മുടെ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലിനോട് ചേർത്തുകൊണ്ട് ഇങ്ങനെയൊരു സംവിധാനം ബങ്കർ ബസ്റ്റർ B2 എന്നാണ് അമേരിക്ക എന്ന് പറയുന്നത്. 2 B ഉള്ളതുകൊണ്ട് B2 സംവിധാനം കൂടി അവർ പരീക്ഷിക്കുകയാണ്. അവരുടെ എല്ലാ പരീക്ഷണങ്ങളും പരിപൂർണ വിജയമായിട്ട് പരിണമിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് ഇതും ശുഭോദർക്കം തന്നെയാണ്. ഇപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പാകിസ്ഥാനിന് നമ്മുടെ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ പോലും എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ത്യക്ക് ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുണ്ട്. എന്ന് വെച്ചാൽ അമേരിക്കയിലേക്ക് ആണവ പോർമുനയുള്ള ഒരു മിസൈൽ അയക്കണം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് ഇപ്പോൾ സാധ്യമാണ്. പക്ഷേ പാകിസ്ഥാൻ അത് കഴിയേയില്ല. പാകിസ്ഥാൻ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ജിയോ പൊളിറ്റിക്കൽ തർക്കം അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. പാകിസ്ഥാൻ ഇത് നിർമ്മിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് അയക്കാം. പാകിസ്ഥാൻ്റെ സുഹൃത്താണെന്നും വി ആർ ഫ്രണ്ട്സ് ഇൻ വാർ അഗൻസ്റ്റ് ടെറർ എന്നും പറയുന്ന അമേരിക്കയ്ക്ക് ഇതൊരു പാരയല്ലേ. തീർച്ചയായിട്ടും അമേരിക്കയിലേക്ക് വേണമെങ്കിലും അവർക്ക് അയക്കാൻ പറ്റും. അത് തീർച്ചയായിട്ടും അവരെ അമേരിക്ക കാണും. അതുകൊണ്ട് അമേരിക്കയുമായിട്ടൊരു ശത്രുത ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്കയിലാണ് ഇതുവരെ ഇങ്ങനൊന്ന് അവരുണ്ടാക്കാതിരിക്കുന്നത്. ഇത് നമുക്ക് തന്ത്രപരമായ വിജയമാണ്. നമ്മളിതൊന്ന് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് മാത്രമല്ല, വേണമെന്ന് വെച്ചാൽ നമുക്ക് പാകിസ്ഥാനിലേക്ക് കൂടി ഇത് അയക്കാൻ കഴിയും. അവരുടെ ബോംബുകളെ എങ്ങനെ അമേരിക്ക അവകാശപ്പെടുന്നു ഇറാനിലെ ബോംബുകളെ തങ്ങൾ തകർത്തുവെന്ന്. ഇറാനിലേക്ക് അമേരിക്ക അയച്ച ബങ്കർ ബസ്റ്റർ കണ്ടുകൊണ്ടല്ല ഭാരതി, എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ കൂട്ടി തന്നെ ഇത്തരത്തിലുള്ള നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ, ബങ്കർ ബസ്റ്റർ മിസൈലുകൾ. അതാണ് ഇപ്പം പിന്നെ രഞ്ജിനി, ഇപ്പം നമ്മുടെ ഒരു യുദ്ധമെന്ന് പറഞ്ഞാൽ, യുദ്ധത്തിലെ വിജയമെന്ന് പറഞ്ഞാൽ, നമ്മുടെ അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈനിക വ്യൂഹങ്ങളല്ല, കപ്പൽ കൂട്ടങ്ങളല്ല, യുദ്ധക്കപ്പൽ കൂട്ടങ്ങൾ, ആകാശവിമാനങ്ങളുമല്ല. മറിച്ചോ ഇപ്പോൾ യുദ്ധങ്ങൾ രാജ്യങ്ങൾ ജയിക്കുന്നത് വേറെ ചില അത്യാധുനിക ടെക്നോളജിക്കൽ സംവിധാനങ്ങളാണ്. ഏറ്റവും പ്രധാനം ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ളത് ഡ്രോൺസാണ്. ഡ്രോൺസ് ഉദാഹരണത്തിന് റഷ്യയിലെ 35 പേരെ കൊന്നുകൊണ്ടുള്ള സംഹാരശേഷിയുള്ള ഒരു യുദ്ധ നീക്കം യുക്രൈൻ നടത്തിയത് എങ്ങനെയാണെന്നറിയാം. യുക്രൈനിൽ നിന്ന് ഒരു ട്രക്കിൽ ഈ ഡ്രോൺസ് അങ്ങോട്ട് കയറ്റി അയക്കുകയും, അത് ആരും സംശയിക്കില്ലല്ലോ, അത് നേരെ റഡാറുകളിൽ പതിയുകയുമില്ല, അത് നേരെ കൊണ്ടുപോയിട്ട് ക്രെംലിനടുത്ത് അതിൻ്റെ ട്രക്കിൻ്റെ, നമ്മൾ ഈ കണ്ടിട്ടില്ലേ ഈ മണലൊക്കെ കൊണ്ടുവരുന്ന ടിപ്പർ ലോറികൾ ചെയ്യുന്നത് പോലെ അതൊന്ന് തുറന്നു വിട്ടപ്പോഴത്തേക്കും വെൽ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഈ
ഡ്രോണുകളെല്ലാം കൂടി ആകാശത്ത് പ്രാവുകളെ പോലെ പറന്നു എന്നിട്ട് ക്രെംലിനും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലും വലിയ സംഹാര താണ്ഡവം നടത്തി. അങ്ങനെയാണ് സ്ട്രാറ്റജിക്കായിട്ടൊരു ഒരു വിജയം റഷ്യയ്ക്ക് മേൽ യുക്രൈൻ അവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞത്, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞത്. അങ്ങനെയുള്ള തന്ത്രങ്ങളാണ് എന്ന് പറയുന്ന പോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്ന് പറയുന്നത്. അതുണ്ടെങ്കിൽ മാത്രമേ ഈ ആണവ ഭീഷണിയുള്ള രാജ്യങ്ങളിൽ നിന്ന് സുരക്ഷ തേടുന്ന രാജ്യങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അതാണ് ഇതിൻ്റെ തന്ത്രപരമായിട്ടുള്ള, അത് ഏറ്റവും പുതിയ ടെക്നോളജിയാണ്. ഏറ്റവും പുതിയ ടെക്നോളജിയിലേക്ക് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് യുദ്ധങ്ങൾ ജയിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. അല്ല വൻപിച്ച സൈനിക വ്യൂഹങ്ങളും കപ്പൽ വ്യൂഹങ്ങളും വിമാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ, ആർട്ടില്ലറി ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് യുദ്ധങ്ങൾ ജയിക്കാൻ കഴിയില്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്ന് പറയുന്ന ഈ ടെക്നോളജിയിലേക്ക് നമ്മൾ പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് നേരത്തെ തന്നെ ക്രാന്തദർശിയായിട്ടും ഉള്ള നമ്മുടെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ വലിയൊരു സ്ട്രാറ്റജിസ്റ്റായിട്ടുള്ള യുദ്ധതന്ത്ര അറിയാവുന്ന നമ്മുടെ എസ് ജയശങ്കറും ഒക്കെ കൂടി തന്നെ തീരുമാനിച്ചതായിരിക്കും. ഇത് വളരെ മുമ്പേ തന്നെ വളരെ ചിലവുള്ള ഒരു കാര്യവുമാണ്. ഇത് നമ്മുടേത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് മേൽ നമുക്കൊരു മേൽക്കൈയുണ്ട് ഇക്കാര്യത്തിൽ ഇത് ഡെവലപ്പ് ചെയ്താൽ. കാരണം അമേരിക്കയുടെ ആ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പാറകളായാലും മലകളായാലും തുളച്ചിറങ്ങാൻ കഴിയുന്ന ആഴം എന്ന് പറയുന്നത് കേവലം മാക്സിമം 60 കിലോമീറ്ററാണ്. അതേസമയം നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഈ ബോംബുകൾക്ക് തുരന്ന് കടക്കാവുന്ന ആഴമെന്ന് പറയുന്നത് 100 മീറ്ററാണ്. 100 മീറ്റർ ദൂരം വരെ കടന്നു ചെല്ലാൻ പറ്റും. ഇപ്പോൾ പറയുന്നത് അവിടെ ഇറാനിൻ്റെ ബോംബുകൾ ഉണ്ടായിരുന്നത് ഏതാണ്ട് 200 മീറ്ററിലാണ്. അപ്പോൾ അടുത്ത ഒരു ഘട്ടമായിട്ട്, അടുത്ത ഒരു ജനറേഷനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ 200 മീറ്റർ സംവിധാനത്തിലേക്കും കൂടി പോകും. വളരെ ചിലവുള്ള സംവിധാനങ്ങളാണിതൊക്കെ. ആ ടെക്നോളജിയിലേക്കും കൂടി നമ്മൾ പോകുന്നതോടുകൂടി നമുക്ക് ഏതൊരു രാജ്യവും നമുക്കൊരു ആണവ ഭീഷണിയായി കഴിഞ്ഞാൽ അവർക്കെതിരെ പ്രയോഗിക്കാനുള്ള ആയുധം നമുക്കായി. എന്ന് വെച്ചാൽ നേരെ നമ്മൾ പോയത് നശിപ്പിക്കുക എന്നല്ല, ആ ഒരു ഭീതി ഉള്ളതുകൊണ്ട് ഡിറ്ററൻസ് ഉണ്ടാവും. ഡിറ്ററൻസ് എന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകാതെ ഇരിക്കുന്ന അവസ്ഥ, അതാണ് ഡിറ്ററൻസ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, ആ ബോംബുണ്ടായിട്ടും പ്രയോജനമില്ല. ഇന്ത്യക്ക് ഒരു സ്വിച്ച്, ഒരു ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ അത് നശിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു പേടിയുള്ളതുകൊണ്ട് നമ്മളോട് ഒരു യുദ്ധത്തിന് വരാൻ അവർക്ക് ധൈര്യം ഉണ്ടാവില്ല. അതാണ് ഈ ഡിറ്ററൻസ് ഉണ്ടാക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമ്മുടെ രാജ്യം കരുതലോടെയാണ് ഇരിക്കുന്നത്. ഈ പ്രതിരോധ മേഖലയിലൊക്കെ കൂടുതൽ ഇത്തരത്തിലുള്ള യുദ്ധോപകരണങ്ങൾക്കൊക്കെ വേണ്ടി കൂടുതൽ ഒരു സാമ്പത്തികമൊക്കെ ചെലവഴിച്ചുകൊണ്ട് പല കാര്യങ്ങളും അല്ലേ, അതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ പോലും അറിയാത്ത പല കാര്യങ്ങളും നടക്കുന്നു. വളരെ പ്രധാനമാണ്. നമ്മുടെ പ്രതിരോധ ബജറ്റ് അതിന് അനുവദിച്ചിരിക്കുന്ന തുക വർദ്ധിപ്പിച്ചു. ഇത് മാത്രമല്ല, പലതരത്തിലുള്ള ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള, അതിനാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട്, കട്ടിംഗ് ദി എഡ്ജ് ടെക്നോളജിയിലുള്ള പുതിയ ആയുധങ്ങൾ വികസിപ്പിക്കാനുള്ള ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ് പ്രതിരോധ വകുപ്പിന് അനുവദിച്ചിരിക്കുകയാണ്. ആൾറെഡി ഇറ്റ് ഈസ് ഇൻ ദ പ്രോസസ്. അപ്പോൾ ഇതിനുപയോഗിച്ചുകൊണ്ടുള്ള ഫലപ്രദമായിട്ടുള്ള ആയുധങ്ങൾ നമുക്കുണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പരീക്ഷണ സ്റ്റേജിലാണിപ്പോൾ. അതാണ് DRDO നടത്തുന്നത്. അത് വിജയകരമായിട്ട് പരീക്ഷിക്കും. അത് നമ്മൾ സ്റ്റോക്ക് ബൈ ചെയ്തും നമ്മളുടെ ആയുധ ശേഖരത്തിൽ കൂട്ടുകയും ചെയ്യും. അപ്പോൾ വാസ്തവത്തിൽ ഇത് ചെയ്യുന്ന സമാധാനത്തിന് വേണ്ടിയാണ്. എനിക്ക് തോന്നുന്നു ഈ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 5 ആണ് നമ്മുടെ കയ്യിൽ നിലവിലുള്ളത്. അതെ, അഗ്നിയാണ് നമ്മൾ വിജയകരമായിട്ട് ഒറീസ തീരത്ത് പരീക്ഷിച്ചതാണത്. ആ ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ പാകിസ്ഥാനും കടന്ന് അതിനപ്പുറത്തേക്ക് 7 സമുദ്രങ്ങളും കടന്ന് അമേരിക്കയിലേക്ക് വരെ പോകാൻ ശക്തിയുള്ള പോർമുനയുള്ള ഒന്നാണ്. വിജയകരം. വെയിറ്റ് താങ്ങുന്നത് കുറച്ച് ഭാരമേ താങ്ങത്തുള്ളൂ, പക്ഷേ അതിന് കൂടുതൽ അതിന്റെ നെക്സ്റ്റ് അപ്ഡേഷൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ബങ്കർ ബസ്റ്റർ മിസൈൽ പോകുന്നത്. ഈ ബോംബ് നമുക്ക് വളരെ ചെറിയ ബോംബുകളാണ്. ഇത് അമേരിക്ക കൊണ്ട് 6-7 ബോംബുകളാണ് 2 ഘട്ടങ്ങളിലായിട്ട് അവിടെ ഇട്ടത്. ആ ബോംബുകളൊക്കെ കൊണ്ടുപോകാൻ വലിയ ഭാരമൊന്നുമുള്ള ബോംബുകളല്ല. അമേരിക്കയിൽ നിന്ന് ഇവിടെ വരെ വന്നില്ലേ, അത് വലിയ ഭാരമുള്ള ബോംബുകളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല പഴയതുപോലെ വലിയ കൂറ്റൻ ബോംബുകളൊന്നും അല്ല എന്നുള്ളതാണ്. ഭാരമേറിയ ബോംബുകളല്ല. ഇത് പരീക്ഷിച്ചിട്ടേ നമ്മൾ അയക്കുകയുള്ളൂ, നമ്മുടെ ആയുധ ശേഖരത്തിൽ കൂട്ടുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.